അഡ്വക്കേറ്റ് എ ജയശങ്കറുണ്ട്. ശ്രീ ജയശങ്കർ, സജി ചെറിയാൻ പ്രസ്താവന പിൻവലിക്കുകയാണ്, നിർവ്യാജം ഖേദം എന്ന് ഏറ്റവും ഒടുവിലത്തെ വാചകത്തിൽ പറയുന്നുണ്ട്. അങ്ങയുടെ പ്രതികരണം എന്താണ്? സജി ചെറിയാൻ ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇതുപോലത്തെ അബദ്ധ പ്രസ്താവനകൾ നടത്തി പുരുവാലി പിടിക്കുന്നത്. അദ്ദേഹം നേരത്തെ ഭരണഘടനയെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ നമുക്കറിയാം. അതുപോലെ സൗദി അറേബ്യയിൽ മുസ്ലിം ദേവാലയങ്ങളിൽ വാങ്ങി വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അബദ്ധ പ്രസ്താവനകൾ നമുക്കറിയാം. ഇപ്പോൾ ഈ പ്രസ്താവന ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം നടപടിക്രമമായിട്ട് ഇത് മാറിയിരിക്കുക. പുള്ളി ഓരോ തവണയും വായ തുറക്കുന്നത് അബദ്ധ പ്രസ്താവനകൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അദ്ദേഹം ഒരു വർഗീയവാദിയോ ജാതീയവാദിയോ അല്ലെങ്കിൽ സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളായിട്ട് എനിക്ക് ഇതുവരെ തോന്നി. സംസാരിക്കുമ്പോൾ ഇടപെടുന്ന ഉചിതമല്ല, അങ്ങത് പറയാറുമുണ്ട്. പക്ഷേ ഇടപെട്ട് ചോദിക്കുകയാണ്, അദ്ദേഹം ഒരു വർഗീയവാദിയല്ല, ജാതിവാദിയല്ല, ദീർഘകാലമായി നമ്മുടെ പൊതുസമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട നേതാവാണ്, CPM-ന്റെ നേതാവാണ്. അതുകൂടി എടുത്തു പറയണമല്ലോ. ഇടതുപക്ഷം CPM-ന്റെ നേതാവാണ്. പിന്നെന്താണ് ഈ ആവേശം കൂടി പോകുന്നത്? ആരെങ്കിലും സ്ക്രൂ കൊടുക്കുന്നതാണോ? ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത ലൈൻ, എന്നാൽ കയറി പിടിച്ചോളൂ എന്നൊരു ആവേശം അദ്ദേഹത്തിന് കൂടി പോകുന്നുണ്ടോ? അല്ല, അദ്ദേഹം ഇതിന് രണ്ട് അപകടങ്ങൾ തോന്നുന്നു. അദ്ദേഹം CPM പോലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. അതിനേക്കാൾ ഉപരി കേരളത്തിലെ ഒരു മന്ത്രിയാണ്, സാംസ്കാരിക മന്ത്രി. അപ്പൊ ആ പദവിക്ക് നിരക്കുന്ന രീതിയിലുള്ള ഒരു ജാഗ്രത അദ്ദേഹം പുലർത്തുന്നില്ല. അദ്ദേഹം പല കാര്യങ്ങളെ കുറിച്ചും, ഈ കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ ജാഗ്രത പുലർത്തുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന സജി ചെറിയാൻ ഒരു വർഗീയവാദി എന്നൊന്നും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിമർശകനായി ഞാൻ പോലും പറയുകയില്ല. പിന്നെ അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അങ്ങനെ ഒരാളല്ല. CPM-ലെ നേതാക്കൾ ആരും അങ്ങനെയാണ് നമ്മൾ പറയുന്നുമില്ല. പക്ഷേ തരാതരം പോലെ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. ചിലയിടത്ത് പ്രീണനം, ചിലയിടത്ത് ഒരു ഐക്യത്തിന്റെ സന്ദേശം. ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറി വന്നാൽ മറ്റൊന്ന്. അങ്ങനെ എടുക്കുന്ന ഇടത് ലൈനിന്റെ പ്രശ്നമാണോ, CPM ലൈനിന്റെ പ്രശ്നമാണോ, അതിന്റെ സ്ഫുരണമാണോ ഇത്? അല്ല, അദ്ദേഹത്തിന്റെ നിലപാടിൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ബാക്കിയുള്ള ആളെന്ന് തൂക്കി സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ ആ പറഞ്ഞ വാക്കിന് ആ പറഞ്ഞ അർത്ഥം തന്നെയാണ് ഉണ്ടാകുക. സജി ചെറിയാന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ കോണ്ടാക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സ്ഥലത്തും സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്തും കാസർഗോട്ടും മദറിലും ഇദ്ദേഹം മത്സരിച്ച ചെങ്ങന്നൂർ മണ്ഡലത്തിൽ പോലും സൂക്ഷ്മമായി നോക്കിയാൽ സാമുദായികമായ ധ്രുവീകരണം ഉണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ ആ നിലയ്ക്ക് അല്ല അദ്ദേഹത്തെ ഈ സംഗതിയെ മനസ്സിലാക്കുന്നത്. പുള്ളി പറഞ്ഞു വന്നപ്പോ അത് തെറ്റായ ഒരു അർത്ഥത്തിൽ ധരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന് വാക്കുകൾക്ക് മേലെ യഥാർത്ഥത്തിലുള്ള നിയന്ത്രണമില്ല. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ കുഴപ്പം. അങ്ങനെ ഒരാൾ സംസ്ഥാനത്ത് മന്ത്രിയായിരിക്കാമോ, അത് സാംസ്കാരിക മന്ത്രിയായിരിക്കാമോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. അല്ല, മുൻ സാംസ്കാരിക മന്ത്രി, സിനിമാ മന്ത്രി AK ബാലന്റെ പ്രസ്താവനയും നേരത്തെ കേരളം കേട്ടതാണ്. അതെ, AK ബാലൻ പറയുന്നത് അദ്ദേഹം ഉദ്ദേശിച്ച് തന്നെ പറയുന്ന. സജി ചെറിയാൻ ഇതേ കാര്യം തന്നെ വേറൊരു രീതിയിൽ പറയാൻ ശ്രമിക്കും. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞത് ശരിക്കും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് വീക്ഷണത്തിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ രീതിയിൽ അദ്ദേഹത്തിന് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ശരിക്കുള്ള പ്രശ്നം. അത് പറഞ്ഞു വന്നപ്പോൾ കുന്തോ പടച്ചക്കമായി പോയി.